നമസ്കാരം. കിച്ചാൻ്റെ ആദി ഡെയിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഞണ്ട് തോരനുണ്ടാക്കാനാണ് ഇന്നത്തെ പ്ലാൻ. ഈ കാണുന്ന ഇത്രയും ഞണ്ട് 100 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. അത്യാവശ്യം ഫ്രഷ് ഞണ്ടായിരുന്നു. അതേപോലെ തന്നെ സീ ഫുഡ് അലർജി ഉള്ളവർ ഒരിക്കലും ഞണ്ട് കഴിക്കാൻ പാടില്ല. സിവിയർ അലർജിക്ക് റിയാക്ഷൻ അത് കാരണമാകും. ഞണ്ട് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. ഞണ്ടിനകത്ത് ഒത്തിരി മണലും ചെളിയും കാണും. അതെല്ലാം മാറ്റി വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്നത് അതിൻ്റെ മുട്ടയാണ്. അപ്പോൾ എല്ലാ ഞണ്ടും ഇതേപോലെ വൃത്തിയാക്കി എടുക്കണം. ഈ കാണുന്ന ഞണ്ടിൻ്റെ ചെകിളയാണ്. ഇതെല്ലാം മാറ്റണം. ഇത് കാണുന്ന മണലാണ്. ഇത് അപ്പോൾ തന്നെ കഴുകി കളയണം, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഞണ്ടിൽ ഇതേപോലെ മണലാകും. ഇതെല്ലാം നല്ല മുട്ടയുള്ള ഞണ്ടാണ് കിട്ടിയതെല്ലാം. ഞണ്ട് വൃത്തിയാക്കി എടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞണ്ട് തോരൻ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിക്കണം, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഞണ്ടിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് കുട്ടികൾക്കെല്ലാം വളരെ നല്ലതാണ്. പക്ഷെ അലർജി ഉള്ളവർ ഒരിക്കലും കഴിക്കരുത്. അതേപോലെ തന്നെ ആർത്രൈറ്റിസ് ഉള്ളവരും ഗൗട്ട് പോലുള്ള അസുഖങ്ങളുള്ളവരും ഇത് കഴിക്കാൻ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൽ ധാരാളം പ്യൂരിൻസ് അടങ്ങിയിരിക്കുന്നു. ഇത് ആർത്രൈറ്റിസ് ഗൗട്ട് പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് വേദന കൂടാൻ വേണ്ടി കാരണമാകുന്നു. അതുകൊണ്ട് അത്തരക്കാർ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ അലർജി ഉള്ളവരും. നന്നായിട്ട് കഴുകിയെടുക്കുന്നു. 5-6 വട്ടം നന്നായിട്ട് വെള്ളത്തിട്ട് കഴുകിയെടുക്കണം. വെള്ളം നല്ല തെളിയുന്നവരെ. ഇത് കണ്ടോ, വെള്ളം നന്നായിട്ട് തെളിഞ്ഞു. ഈ രീതിക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം, ഇല്ലെങ്കിൽ കഴിക്കുമ്പോൾ മണ്ണ് കടിക്കും. ഞണ്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വേണ്ടി വെക്കണം. എന്നിട്ട് 2 മീഡിയം വലിപ്പമുള്ള സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം 2 മീഡിയം വലിപ്പമുള്ള തക്കാളിയും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം.
അതിനുശേഷം 2-3 പച്ചമുളക് മുറിച്ചിടും. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇടുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി, പച്ചമുളക്, 2 കശ്മീരി ചില്ലി എന്നിവ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഓരോന്നോരോന്നായിട്ടിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊരു പാത്രം കൊണ്ട് നന്നായി അടച്ചു വെക്കുക. ഈ ആവിയിലിരുന്ന് 5 മിനിറ്റ് നന്നായിട്ട് വേകണം. ഇതിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഒരു 25% വെന്തിട്ടുണ്ട്. വീണ്ടും ഇളക്കി നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഇതിലൽപ്പം മസാലപ്പൊടി, കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് ഇളക്കി നന്നായിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ ഒരു 50% വേകണം. അത് കഴിഞ്ഞിട്ട് തുറന്ന് വേകാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് വീണ്ടും അടച്ചു വയ്ക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് അല്പം ചിരകിയ തേങ്ങ, 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ ഇതിൽ ധാരാളം കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. എരിവ് നിങ്ങളുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാം. എന്നിട്ട് ഇത് രണ്ടും അരച്ച് ഈ അരപ്പ് ഈ ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കുക. വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ച് എടുക്കുക. അപ്പോൾ 2 തരം റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കണം. നല്ല ടേസ്റ്റാണ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. നോക്കിയാൽ നല്ല ചതയുള്ള നല്ല ഞണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണിത്. എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.